മന്ത്രിയായപ്പോഴത്തെ ഇങ്ങനെ ഞങ്ങളെ കാണിച്ചിറക്കാന്ന് വിചാരിച്ചേക്കും പാവപ്പെട്ടവരെ. ഒരു ഗർഭിണി ഉണ്ടായിരുന്നു, അതിനെയൊക്കെ അക്രമം ചെയ്തിട്ടുണ്ട്. ഒക്കെ ഉപദ്രവിച്ച് അവർ കൊണ്ടിട്ടേക്കാം. പ്രായമായവരാണ് കൂടുതൽ. പ്രായമാകുന്നവരുണ്ട്, പിള്ളേരുണ്ട്, ഗർഭിണികളുണ്ട്. അവരൊക്കെ അവരെ ഉപദ്രവിച്ചു ചെയ്തത് VDS സർക്കാരിന്റെ പോലീസുകാരാണ്. ഒരു സംശയമില്ലാതെ അങ്ങനെ തന്നെ പറയണം. ഒരൊറ്റ ചോദ്യം ഞാൻ പ്രിയപ്പെട്ട കാഴ്ചക്കാരോട് ചോദിക്കട്ടെ. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഭൂമി നഷ്ടപ്പെട്ടതുകൊണ്ട് ഏതെങ്കിലും ദളിത് കുടുംബങ്ങൾ, ഏതെങ്കിലും ദളിതരായിട്ടുള്ള സ്ത്രീകളോ പുരുഷന്മാരോ നിലത്തിൽ അങ്ങനെ ഇരുന്ന് കരയുന്നത്, വെറും നിലത്തിരുന്ന് കരയുന്നത്, അങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്നത്, ഈ രാത്രി ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് വിലപിക്കുന്നത്, ഞങ്ങൾക്ക് താമസിക്കാൻ ഭൂമി എവിടെയെന്ന് ചോദിക്കുന്നത്, ഞങ്ങളെങ്ങനെ പുറത്തേക്ക് ഇറക്കി വിടല്ലേ, ഞങ്ങളെ വീട്ടിൽ കുട്ടികളുണ്ട്, പ്രായമായ മാതാപിതാക്കളുണ്ട്, രോഗികളുണ്ട്, അശരണരാണ് ഞങ്ങൾ എന്ന് പറയുന്ന വേവലാതിയും കരച്ചിലും കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടായിരുന്നോ? ഒരു സംശയം നിങ്ങൾക്ക് പറയാൻ മടി വേണ്ടെന്നേ, കേട്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക്, ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയ്ക്ക് ഈ വിഷയം ഗംഭീരമായിട്ട് പൊന്തി വരികയും ഈ വിഷയം അവസാനം CPMന്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ അവര് ഈ ദളിത് കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതും, കഴിഞ്ഞ 14 തവണയായിട്ട് ആ ഒരു ദളിത് കുടുംബങ്ങളെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പോലീസും ബന്ധുവും അവിടെ വരുന്നുണ്ട് എന്നതും, ആ പോലീസുകാർ വരുന്നത് വിത്ത് ദ ഓർഡർ ഫ്രം എവിടെ നിന്നാണ്, കോടതി ഉത്തരവോട് കൂടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് ഒഴിവാക്കാൻ വരുമ്പോൾ അതിനെ കഴിഞ്ഞ 14 തവണയും തടുത്തിരുന്നത് CPMകാർ തന്നെയാണെന്നും നിങ്ങൾക്കറിയാവോ? അല്ലെങ്കിൽ അവിടെ ദളിത് കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് CPMകാർ അവിടെ സമരം ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്ത കഴിഞ്ഞ 14 തവണയും, കഴിഞ്ഞ 14 തവണ 1, 2, 3, 4 അല്ലെന്നേ, കഴിഞ്ഞ 14 തവണയും ഒരു മാധ്യമം പോലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടില്ല. കാരണം CPM ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അവരതേ ചെയ്യാറുള്ളൂ, അത് വേറെ കാര്യം. അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും പൊതുജനങ്ങൾ അറിയരുതെന്നുള്ളൊരു ധാർഷ്ട്യമുണ്ടായിരുന്നു. എന്തായാലും സംഗതി മുഴുവൻ പൊളിഞ്ഞടങ്ങുകയാണ്. VDS സർക്കാർ കയറിയിട്ട് വെറും 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഇടപെടാൻ എത്ര സമയമുണ്ടായിരുന്നു എന്നേ? ഒന്ന് അവിടെ വന്നിട്ട് അത് സ്റ്റേ ചെയ്യാൻ കഴിയില്ലേ? ഈ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ ഒന്ന് വളരെ ഈസി ആയിട്ട് ഇതിൽ ഇടപെടാൻ കഴിയില്ലേ? കഴിയുമായിരുന്നു. എന്നിട്ടും എന്തേ അവരത് ചെയ്തില്ല എന്ന് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്കൊക്കെ ഇതിനൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം മലയിടം തുരുത്ത് വാഴക്കുളം എന്ന് പറയും, പാരിയത്തുകാവ് കോളനിയാണ്. ഇവിടെയാണ് ഈ കുടിയൊഴിപ്പിക്കൽ നടക്കുന്നത്. ഇതെന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണ് ഇത്. ഇവിടെയാണ് ഈ കുടിയൊഴിപ്പിക്കൽ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പ്രശ്നം അവിടെ ഇങ്ങനെ നീറി പുകഞ്ഞു കിടക്കുന്നുണ്ട്. ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവിടെയുള്ള പട്ടികജാതി കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ തന്നെയാണ്. ഇനി എന്താണ് ഇതിന്റെ പശ്ചാത്തലമെന്ന് നോക്കൂ സുഹൃത്തുക്കളെ, ഭൂമി തർക്കമാണ്. അവിടെ ഏകദേശം 2.5 ഏക്കറോളം വരുന്നൊരു ഭൂമിയുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്താണ് കോളനിയായിട്ട് കുറച്ച് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നത്. എത്രയോ കാലമായി അവിടെ താമസിക്കുന്നു. എന്നാൽ ആ ഭൂമി തൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വേറൊരാൾ വരികയും ആ ഒരു സ്വകാര്യ വ്യക്തി അത് തൻ്റേതാണ്, തൻ്റെ ഭൂമി കയ്യേറിയിട്ടാണ് ഈ ദളിത് കുടുംബങ്ങൾ താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നു. സത്യത്തിൽ ഇവർ താമസിക്കുന്ന ഭൂമി ഒരു പുറംപോക്ക് ഭൂമിയാണ്, ഗവൺമെന്റിന്റെ ഭൂമിയാണെന്ന് പറയാം. ഈ താമസിക്കുന്ന ഈ ദളിത് കുടുംബങ്ങൾക്ക് പട്ടയമോ മറ്റോ ഒന്നുമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട്, അതുമായി ബന്ധപ്പെട്ട് തീർപ്പാക്കുക എന്ന് പറയുന്ന പരിപാടിയായിട്ട് പോകാൻ സാധിക്കില്ല. അതിനു മുമ്പ് തന്നെ ആ ഒരു സ്വകാര്യ വ്യക്തി കൊടുത്ത കേസുണ്ട്, അത് തീരുമാനമാക്കണം. എന്തായാലും ഇതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ആളുകൾ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ അവസാനം 15ാമത്തെ ശ്രമമാണ്. 2023 മുതലാണ് ഈ പ്രശ്നം ഇങ്ങനെ കത്തിക്കാളിക്കൊണ്ടേയിരിക്കുന്നത്. ഈ സമയത്തൊക്കെ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പാരിയത്തുകാവ് ഇത്ര കാലം 10 വർഷം ഭരിച്ചിട്ട് നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം ബഹുമാനപ്പെട്ട ശ്രീനിജൻ MLA പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നിങ്ങൾക്ക് ഞാൻ വായിക്കുകയാണ്. പാരിയത്തുകാവ് വിധി വരുന്നത് 2022 അവസാനത്തോടെയാണ്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നെ കാണാൻ വരുന്നത്. അപ്പോ 10 വർഷം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഒന്നുമില്ല. 2022 മുതലാണ് ഈ ദളിതുകള് ഇവരുടെ മുമ്പിലേക്ക് പ്രശ്നവുമായിട്ട് വരുന്നത്. അപ്പോഴാണ് അത് അറിയുന്നത്. 14 തവണ കോടതി വിധി വന്നിട്ടുണ്ട്. 14 തവണയും ഈ കുടുംബങ്ങളെ ഇറക്കാൻ വേണ്ടി ആളുകൾ വന്നിട്ടുണ്ട്. 14 തവണയും CPM തന്നെയാണ് അവരെ തടുത്തു നിർത്തിയിട്ടുള്ളത്. എന്തായാലും
ഈ ദളിത് കുടുംബങ്ങളുടെ ഈ ഒരു ഭൂമിയെല്ലാം ഒരു കൃത്രിമ ആധാരവും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സ്വകാര്യ വ്യക്തി കോടതി വിധി സമ്പാദിച്ചു വന്നിരിക്കുകയാണ്. ഇനി അത് കൃത്രിമമാണ് മറ്റും ഇതൊക്കെ തെളിയിക്കേണ്ട ഒരു ചുമതല കൂടി ഇനി സമരസമിതിക്ക് ഉണ്ട് എന്നർത്ഥം. ഇതാണ് അവിടെ നടക്കുന്ന വിഷയം. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് ഇടപെടാൻ സാധിക്കുക? വളരെ ഈസിയാണ്. മുഖ്യമന്ത്രിക്ക് വളരെ ഈസിയാണ്. ഇനി വളരെ വളരെ ഈസിയാണ്. വേണമെങ്കിൽ ഈ കുടുംബങ്ങളെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് ഇറങ്ങി പുറപ്പെടാം. കോടതിയിൽ ഗവൺമെന്റിന് കൂടി കക്ഷി ചേരാം. ഗവൺമെന്റ് കൂടി കക്ഷി ചേർന്നിട്ട് ഈ ഒരു ദളിത് കുടുംബങ്ങൾക്ക് അനുകൂലമായിട്ട് വേണമെങ്കിൽ വിധി പ്രഖ്യാപിക്കാം. ഇത് പുറമ്പോക്ക് ഭൂമിയാണെന്നും ഇത് ഗവൺമെന്റ് ഭൂമിയാണെന്നും എന്തായാലും എത്രയോ കാലമായിട്ട് ആ പുറമ്പോക്ക് ഭൂമിയിൽ ഈ ദളിത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതൊക്കെ സ്ഥലത്താണ് അവർ താമസിക്കുന്നത് ആ സ്ഥലങ്ങൾ അവരുടെ എന്ന് പറഞ്ഞുകൊണ്ട് പട്ടയും മറ്റൊക്കെ നീക്കുപോക്കുകളൊക്കെ വേണമെങ്കിൽ ഗവൺമെന്റ് നടത്താവുന്നതാണ്. ഇത് നടത്തുമോ എന്നുള്ളതാണ് ചോദ്യം. നടത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരം. പോസിബിൾ അല്ല. അവരത് ചെയ്യില്ല എന്ന് മാത്രം നിങ്ങളത് മനസ്സിലാക്കി ഇയാൾ മതി. എന്തായാലും ഇതിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കുഴഞ്ഞു വീണ സ്ത്രീകൾ ഉൾപ്പെടെ ഒന്നിലധികം സ്ത്രീകളുണ്ട്. അവരെ ഉൾപ്പെടെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ പോലീസ് തയ്യാറായിട്ടുണ്ട്. ഏതായാലും മറ്റു സ്ത്രീകൾ ഇവിടെ എന്റെ സുഹൃത്തുക്കളെ, വൃദ്ധരായിട്ടുള്ള ആളുകൾ ഒരു നരനായാട്ടാണ് നടക്കുന്നത്. നരനായാട്ടാണ്. ഈ നരനായാട്ട് നടക്കാൻ പോകുന്നത് ആ കോൺഗ്രസിൽ അവിടെയുള്ള ആളുകൾ ആരും അറിഞ്ഞില്ലെന്ന് അറിയുമ്പോഴാണ് അത്ഭുതം തോന്നിപ്പോകുന്നത്. അതും തന്നെ നമ്മുടെ VD സതീശന്റെ അതേ ജില്ലയില് അതേ സ്ഥലത്ത് അദ്ദേഹം എവിടെയാണോ പ്രതിദാനം ചെയ്യുന്നത് അതേ സ്ഥലത്താണിത് നടക്കുന്നത്. ഇതൊന്നും ഇവരൊന്നും അറിയാതെ നടക്കുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ദളിത് കുടുംബങ്ങളെ മുഴുവൻ എടുത്തങ്ങോട്ട് മാറ്റിക്കളയാമെന്ന് ആരൊക്കെയോ തീരുമാനിച്ചുറച്ചതുപോലെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ് എന്നൊക്കെ നമുക്ക് അതിനെ പറ്റി പറയേണ്ടി വരുമെന്നുള്ളതാണ്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും, എപ്പോഴാണ് ഇതിലേക്ക് ഈ രാഷ്ട്രീയം കടന്നു കയറി എന്നൊക്കെ. ഇന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നടപടി ഏത് സാഹചര്യത്തിൽ ഉണ്ടായി എന്നത് വലിയ ചോദ്യമാണ്. കാരണം സർക്കാർ അധികാരത്തിൽ കയറി 24 മണിക്കൂർ പോലും പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ എറണാകുളത്ത് കൊച്ചിയിൽ ഒരു ദളിത് കുടുംബങ്ങളെ കൂട്ടത്തോടെ എന്തായാലും സന്തോഷമുണ്ട്. ചാനലുകൾക്കെല്ലാം ഇപ്പോൾ എന്താണ് ഈ അധികാരത്തിൽ കയറിയിരിക്കുന്ന ആളുകളുടെ രീതികളെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാവുമ്പോഴാണ് ചെറിയ സന്തോഷമൊക്കെ തോന്നിപ്പോകുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കാം. മനുഷ്യന്റെ ഇവിടെ ജീവിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇതിലൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമായി മാറിയത് ഇന്ന് പോലീസ് വന്ന് ആക്ഷൻ എടുത്തപ്പോഴാണ്. ഇതുവരെ അങ്ങനെ ചെയ്തിരുന്നില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും നല്ല മനുഷ്യരും ആൾക്കാരൊക്കെ ഉള്ളവർ ഇവരൊക്കെ അനുകൂലമായിട്ട് പറയുന്നവരുണ്ടാവും. ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമായിരുന്നില്ല. അപ്പോ ഇന്ന് പോലീസ് വന്ന് ആക്ഷൻ എടുത്തിരിക്കുന്നു. ഇതുവരെ ഇവരെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കാൻ ഇവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജനപ്രതിനിധിയെ കാണാനുമില്ല. ഇതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഈ തെറ്റായ സമീപനം തിരുത്താൻ തയ്യാറാകണം. ഇപ്പൊ ഇതിന്റെ മനസ്സിലായ, ഇതുവരെ അവരെ സംരക്ഷിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. അതൊരു CPM പ്രതിനിധിയായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു ജനപ്രതിനിധി ഇല്ല. കൃത്യമായിട്ടും അദ്ദേഹം കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു ജനപ്രതിനിധി ഇല്ല എന്നാണ് കൃത്യമായിട്ടും S സതീഷ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടെ ജനപ്രതിനിധിയായിട്ടുള്ളത് ഒരു കോൺഗ്രസ്സുകാരനാണ്. എവിടെ അദ്ദേഹം? തനിക്ക് വോട്ട് ചെയ്ത ആ ജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട ജനപ്രതിനിധി എവിടെ? ചോദ്യങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുന്നു സുഹൃത്തുക്കളെ. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും നമ്മുടെ കേരള ജനത അനുഭവിക്കേണ്ടി വരുമെന്ന് അടിവരയിട്ടുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ.